തെരുവ് നായകൾ ജീവന് ഭീഷണിയായി ഇങ്ങനെ തെരുവുകളിൽ വിലസി നടക്കുന്ന കാഴ്ച നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി മറ്റിടങ്ങളിൽ കണ്ടത്. തിരുവനന്തപുരത്തെത്തുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലും തെരുവ് നായക്കൂട്ടം ഭീഷണിയാവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും എന്നുവേണ്ട മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരെ തെരുവ് നായകൾ ഭീഷണിയായുണ്ട്. രാത്രികാലങ്ങളിലാണ് തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നത്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാംസാവശിഷ്ടങ്ങളും മാലിന്യവും തെരുവ് നായകൾക്ക് ഒത്തുകൂടാൻ അവസരമാവുകയാണ്. ടി വി പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ടി വി പ്രസാദ്, മെറി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെയൊരു വിഷയം സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇന്നലെ കാർത്യായനി അമ്മയുടെ ജീവൻ പൊലിഞ്ഞത് അത് നമ്മുടെ മുന്നിൽ ഒരു ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് തെരുവ് നായ ശല്യം ഇനിയും പരിഹരിക്കപ്പെടാത്ത വിഷയമായി നിൽക്കുന്നത് പ്രസാദ്? ഹാപ്പി ക്രിസ്മസ് സുജയ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെങ്ങും തെരുവ് പട്ടികളുടെ വിഹാര കേന്ദ്രങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് റെയിൽവേ സ്റ്റേഷനായാലും ബസ് സ്റ്റാൻഡായാലും മറ്റ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായാലും അതുതന്നെയാണ് അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി, SAT, RCC ഈ പരിസരങ്ങളിലെല്ലാം വലിയ അളവിലാണ് വൻതോതിൽ തെരുവ് പട്ടികളുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ടും മറ്റാളുകൾ കൂടുതലില്ലാത്തത് കൊണ്ടുമാണോ എന്നറിയില്ല, ഇവിടെ പൊതുവിൽ കുറവാണ്. യഥാർത്ഥത്തിൽ 100-ലധികം പട്ടികൾ ഒന്നിച്ചുണ്ടാകുന്ന ഏരിയകളുണ്ട് എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രം 2, 4, 6 പട്ടികൾ ഇവിടുന്ന് കാണാം. ഇവിടുത്തെ തൊട്ടപ്പുറം കാറിൻ്റെ അടിയിലുമെല്ലാമായിട്ട് 6 പട്ടികൾ, നമ്മൾ 12 പട്ടികളെയാണ് ഈ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവർ SAT ആശുപത്രിൻ്റെ പരിസരത്തൊക്കെ സ്ഥിരമായി തെരുവ് പട്ടികളെ കൂട്ടത്തോടെ കാണുന്നവരാണ്. എത്രത്തോളം ഉണ്ട് ഇത്? ഭീകരാണല്ലേ അവസ്ഥ? ഇവിടെ ഒരു 100-ലധികം കാര്യം ഇത്രയും അധികം തെരുവ് നായ്ക്കൾക്കുള്ള ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട്. കാര്യം RCCയിലായാലും SAT ആയാലും മെഡിക്കൽ കോളേജിലുമൊക്കെ ഉച്ചയ്ക്ക് നിരവധി സംഘടനകൾ ഒട്ടേറെ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അതിൽ പകുതിയും കഴിച്ച് പകുതി കളയാണ്. അപ്പോൾ ഇതിനെല്ലാം കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. കഴിക്ക് സുഖമായി ഇവിടെ തന്നെ കിടക്കാം. ഇന്ന് അവധിയായതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഭക്ഷണമില്ല, ഉച്ചയ്ക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഭക്ഷണം തേടി പോവുകയാണ്. അപ്പോൾ ഇവിടെ 100-ലധികം തെരുവ് നായ്ക്കളുണ്ട്. വലിയ കൂട്ടമുണ്ടാവും ഇവിടെ അല്ലേ? അത് പലപ്പോഴും ഇതുപോലെ ആലപ്പുഴയെ പോലെ തന്നെ ജീവന് ഭീഷണിയായിട്ടുണ്ട്. നിരവധി തവണ ഇത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ 2010-15 കാലഘട്ടം നിരവധി തവണ ഇത് പിടിച്ച് ABC പ്രോഗ്രാം നടത്തി ഈ പട്ടികളെ തിരിച്ചിവിടെ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ പ്രോഗ്രാം തന്നെ സംസ്ഥാനത്തെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എൻ്റെ അറിവിൽ തിരുവനന്തപുരത്ത് 2 അതിൻ്റെ കണക്കിലേക്ക് വരുന്നു. ഇവർ പറഞ്ഞത് ശരിയാണ്. അതായത് വന്ധ്യംകരണം ഏതാണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പട്ടികളുടെ ചെവി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും വന്ധ്യംകരണം ചെയ്തതിന്. സുജിയ കാണാമല്ലോ അല്ലേ? അതെ അതെ. ഇതിപ്പോൾ വന്ധ്യംകരണം ചെയ്ത പട്ടിയാണ്. അപ്പം ഇതുപോലെയുള്ള പട്ടികളാണ് പിടിച്ചിട്ടില്ല. അത് നോക്കിയാണ് പോകുന്നത്. പ്രസാദ് ഒന്ന് സൂക്ഷിച്ചൊക്കെ നിന്നോളൂ. എന്തായാലും നായപ്പേടിയിലാണ് തിരുവനന്തപുരവും. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരിടത്തേക്ക് ഞാൻ പോവുകയാണ്. പ്രസാദ് ഇപ്പോൾ കാട്ടിത്തന്നത് എന്താണ് നമ്മുടെ നാട് നേരിടുന്ന തെരുവ് നായ ശല്യം എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ്. ആശുപത്രി പരിസരത്ത് പോലും ആളുകൾക്ക് രക്ഷയില്ല എന്ന് ചുരുക്കം. തിരുവനന്തപുരം ജില്ലയിൽ